നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിസ പുതുക്കി ലഭിക്കുന്നതിന് പുതിയ നിബന്ധനകൾ. അറിയാം ഈ കാര്യങ്ങൾ. ഒമാനിൽ ഡ്രൈവർ തസ്തികകളിൽ വിസ പുതുക്കി ലഭിക്കുന്നതിന് പുതിയ നിബന്ധന ഏർപ്പെടുത്തിയതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഡ്രൈവർ വിസ പുതുക്കുന്നതിന് കാലാവധിയുള്ള ലൈസൻസ് നിർബന്ധമാക്കുകയാണ് ചെയ്തത്. ജൂൺ 1 മുതൽ പുതിയ നിബന്ധന പ്രാബല്യത്തിൽ വരും. ഒമാൻ തൊഴിൽ മന്ത്രാലയവുമായി ചേർന്നാണ് ഇതിനായുള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ലൈറ്റ്, ഹെവി തുടങ്ങി വിസയിലുള്ള പ്രൊഫഷന് അനുയോജ്യമായ ലൈസൻസാണ് ഉണ്ടായിരിക്കേണ്ടത്. ഇതുവരെ ഡ്രൈവർ വിസ പുതുക്കാൻ സാധുവായ ലൈസൻസ് ഉണ്ടായിരിക്കണമെന്ന നിബന്ധന ഏർപ്പെടുത്തിയിരുന്നില്ല. ഡ്രൈവർ തസ്തികയിൽ സ്വദേശിവൽക്കരിച്ച വിഭാഗങ്ങളിലെ വിസ പുതുക്കി ലഭിക്കുകയുമില്ല. ജനുവരി അവസാനം പുറത്തിറങ്ങിയ ഉത്തരവ് പ്രകാരം ഇന്ധനം, കാർഷിക ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യോൽപ്പന്നം എന്നിവ കൊണ്ടുപോകാൻ വാഹനങ്ങളിൽ സ്വദേശി ഡ്രൈവർമാർ മാത്രമാണ് അനുവാദമുള്ളത്. സ്വദേശികൾ മുഴുവൻ സമയ ചുമതലയിലുള്ള ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി കാർഷിക ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യോൽപ്പന്നം എന്നിവ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ വിദേശി ഡ്രൈവർമാരെ ജോലിക്ക് വെക്കാൻ അനുമതിയുണ്ട്. ഏതായാലും കൊറോണ പ്രതിസന്ധി കാലമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ പല രാജ്യങ്ങളിലും പ്രകടമാണ്. ഇപ്പോഴിതാ ഡ്രൈവർമാരുടെ ഇടയിൽ കൃത്യമായ നിബന്ധനകൾ കൊണ്ടുവരുന്നു. കൂടുതൽ വ്യക്തമായ നടപടികളുമായി ഒമാൻ മന്ത്രാലയം വന്നിരിക്കുകയാണ്. ഏതായാലും വിസ പുതുക്കി ലഭിക്കുന്നതിന്റെ പുതിയ നിബന്ധനകൾ കൃത്യമായി പ്രവാസികൾ പിന്തുടരുക. ഒമാനിൽ ഡ്രൈവർ തസ്തികകളിൽ വിസ പുതുക്കി ലഭിക്കുന്നതിന് പുതിയ നിബന്ധനകളാണ് ഇനി കർശനമാക്കിയിരിക്കുന്നതായി പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഡ്രൈവർ വിസ പുതുക്കുന്നതിന് കാലാവധിയുള്ള ലൈസൻസ് ആണ് ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുന്നത്. ജൂൺ 1 മുതൽ പുതിയ നിബന്ധന പ്രാബല്യത്തിൽ വരുമെന്നാണ് ഏറ്റവും ഒടുവിൽ ഭരണകൂടവും പോലീസുമൊക്കെ അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.